ഹലോ ഗേയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വിഷു ദിവസത്തെ ചെറിയ കാഴ്ചകളാണേ. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് കണിയൊക്കെ കണ്ടായിരുന്നു. അതിന് ശേഷം ആമി ഇറങ്ങി വന്ന് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം അവർക്കതൊക്കെ ഒരു രസമായിട്ട് തോന്നി. വിളകൊക്കെ കത്തിച്ച് വെച്ചിരുന്നതും പിന്നെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഇങ്ങനെ വച്ചിരുന്നതൊക്കെ ഒരു ഇതായിട്ട് തോന്നി. അപ്പോൾ അവൾക്കതൊരു എൻ്റർടൈൻമെൻറ്റ് പോലെയൊക്കെ അവൾക്ക് തോന്നി. അങ്ങനെ അവളത് അവിടെയൊക്കെ അങ്ങനെ നടക്കുകയാണ്, പൂച്ചേരെ പിറകെ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വെളിയിലിറങ്ങി നോക്കിയപ്പം ഇങ്ങനെ അമ്മ പൂവ് പറിക്കുകയായിരുന്നു. നമ്മുടെ മുറ്റത്ത് നിറയെ പൂവ് മുട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം പൂവിൻ്റെ സമയമായി തുടങ്ങിയല്ലോ. അപ്പം ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മ പകുതിയോളം പറിച്ചായിരുന്നു. ആ ഒരു പൂ അമ്മ എങ്ങനെയോ കണ്ടില്ല. അപ്പം ഞാൻ അതെടുത്ത്, ഇതാണ് കേട്ടോ, ആ റോഡ് സൈഡിലോട്ട് ചാഞ്ഞിരിക്കുന്നതാണ് ഇത്. ഇത്രയും നിറയെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളുണ്ട്. ഇപ്പം പിടിച്ച് വരുന്നതേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്കിതാ ഇന്ന് ഇത്രയും പൂവാണ് കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ കോവിലിലൊക്കെ പോകാൻ വേണ്ടി കെട്ടാൻ വേണ്ടി അമ്മ പറിച്ചു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കോവിലിൽ പോയി കേട്ടോ. കോവിലിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് അങ്ങ് അവിടെ ചെന്നിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കോവിലിൽ നിന്ന് ഇറങ്ങിയപ്പം ശിവമ്മക്ക് ഭയങ്കര വിശപ്പെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. എന്നിട്ട് അവൾ രാവിലെ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ചായയൊന്നുമല്ല, ഷാർജ. അവൾക്ക് ഷാർജ തന്നെ വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ചേട്ടൻ ഒരു ഷാർജ ബേക്കറിയിലാണ് കയറിയത്. അങ്ങനെ അവൾക്കൊരു ഷാർജയും വാങ്ങിച്ച് ബാക്കി ലൈമും പപ്സും ഒക്കെ അങ്ങനെ വാങ്ങിച്ച് കഴിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ആമിത സോസ് ഒഴിക്കും പോലെ കാണിക്കണം. അവൾക്ക് അറിയാം അത് സോസാണ്, അതിങ്ങനെ പിടിച്ച് ഒഴിക്കണമെന്ന്. പക്ഷെ അത് തുറക്കാൻ അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോൾ വീണ്ടും ആമിക്ക് ആ കണി വച്ചിരിക്കുന്നത് കണ്ടിട്ട് ഒന്നും സഹിക്കണില്ല. അതൊക്കെ നുള്ളിയും പിച്ചിയും പറക്കിയൊക്കെ എടുക്കണം. രാവിലെ തന്നെ കണി എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പിന്നെ കണിയൊക്കെ അവൾ എന്നെ ഇളക്കി. അവൾക്കത് എന്തോ അവൾ ജനിച്ചിട്ടിപ്പം അറിഞ്ഞു തുടങ്ങിയതിന് ശേഷം ഇത് ആദ്യത്തെ കാഴ്ച ആയതുകൊണ്ടായിരിക്കും അവൾക്കതൊരു ഭയങ്കര ഒരു ആഘോഷം പോലെയായിരുന്നു ഫീൽ ചെയ്തത്. അതിലുള്ള സാധനങ്ങളൊക്കെ പറക്കി കൊണ്ടു നടക്കാനൊക്കെ ആയിരുന്നു അവൾക്കിഷ്ടം. സാമ്പ്രാണത്തിരിയും അതിൽ കണിക്കൊന്ന പൂവൊക്കെ ഇങ്ങനെ പറക്കി ഇങ്ങനെ എടുക്കൊക്കെ വരുന്ന ഒരു വിനോദം. അങ്ങനെ അവൾ എൻ്റെ കയ്യിൽ തരണം. അവളെ വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. അവൾ വേണമെങ്കിൽ ആ പൂവൊക്കെ എടുത്ത് വാക്കകത്തിടും. എന്ത് കിട്ടിയാലും വാക്കകത്തിടുന്നൊരു കുട്ടിയാണ് എൻ്റെ മകൾ. അങ്ങനെ അവളത് അങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, സദ്യയായിരുന്നു കഴിച്ചത്, ചെറിയ രീതിയിൽ സദ്യ. അപ്പോൾ ശിവയെ പിടിച്ച് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് സദ്യ കഴിക്കാൻ. അപ്പോൾ അമ്മയും ചേട്ടനും ഒക്കെ കഴിക്കാൻ വരണേ ഉള്ളൂ. ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ച് വിളമ്പിയൊക്കെ വെച്ച്. അപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ വയ്ക്കുമ്പോൾ എല്ലാ കറികളൊന്നും ഇല്ലായിരുന്നു, അച്ചാറിൽ നാരങ്ങയൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു സദ്യ, കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പരിപ്പും പപ്പടവും കൂട്ടി ഒരു ചെറിയൊരു സദ്യയാണ്. അപ്പം ഞാൻ ഇതൊക്കെ വിളമ്പി വെച്ചിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്, വന്നിരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് അമ്മയും ഞാനും ശിവയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന വീഡിയോ എടുക്കുകയാണ്. ഞാനും കഴിച്ചില്ല. ഞാൻ ആദ്യം ആമിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇരുത്തി. അവൾക്ക് കൊടുത്തൊന്ന് സെറ്റിൽ ചെയ്തിട്ട് ഞാൻ സമാധാനപരമായി കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാണ് നിൻ്റെ സദ്യ. പിന്നെ പായസമാണ് വച്ചത്. എല്ലാവർക്കും പാൽപ്പായസമാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ പിന്നെ പാൽപ്പായസമാണ് വച്ചത്. എനിക്കും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം, പിന്നെ ശിവയ്ക്കും. അപ്പോൾ നമ്മുടെ സദ്യയുടെ ഒരു പൂർണ്ണ രൂപം എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ അത് ആമിക്ക് ഞാൻ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആമിക്ക് തിന്നാൻ ഭയങ്കര മടിയായിരുന്നു. ഒന്നാമത്തെ കാര്യം അവൾക്ക് ഉറക്കം വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കിടന്നുറങ്ങി. അപ്പം നമ്മുടെ വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടാണ് ഓർത്തത് വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല എന്ന്. അപ്പോഴും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.